ഗൈസ്, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഞാനിപ്പോൾ പറയാൻ വേണ്ടി പോകുന്ന കാര്യം നിങ്ങൾക്ക് അത്ര ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. എന്താണെന്നറിയോ? ഓണപ്പരീക്ഷ. ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഓണപ്പരീക്ഷയ്ക്ക് നമ്മൾ പഠിക്കണം എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമല്ലേ? ഇനി ആകെ ഒരു മാസം കൂടി എക്സാമിനുള്ളൂ. ഈ ഒരു മാസത്തിനുള്ളിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ പഠിക്കണം എന്നുള്ളതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. പല ആളുകൾക്കും അല്ലെ, സാധാരണ ഇത്തരത്തിൽ ഓണപ്പരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും ഒന്നും വലിയൊരു ചൂട് സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ LSS എക്സാം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് എന്തായാലും എനിക്കിത് നേടിയെടുക്കണം എന്നുള്ളൊരു വിചാരമുണ്ട്. ഈ പ്രാവശ്യത്തെ ഓണപരീക്ഷയുടെയും ക്രിസ്മസ് പരീക്ഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും ഈ ഒരു സെലക്ഷൻ, അതായത് LSS എക്സാമിന് വേണ്ടി നിങ്ങളെ സെലക്ട് ചെയ്യുക എന്നുള്ള ഒരു ബോധ്യം നിങ്ങൾക്ക് ആദ്യം തന്നെ ഉണ്ടാവണം. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും പഠിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇനി ഒരു മാസത്തിനുള്ളിൽ ഈ LSS എക്സാമിൻ്റെ സെലക്ഷന് വേണ്ടി നമ്മൾ പഠിക്കണോ, അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി പഠിക്കണോ, ഇങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളുടെ മനസ്സിലേക്ക് എത്തും. ഇതൊക്കെ ഞങ്ങൾ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്താൽ റെഡി ആവുമോ, കുറേ ടഫാണോ, കുറേ ചോദ്യങ്ങളില്ലേ മനസ്സിൽ? ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനുള്ള ഒരു സൊല്യൂഷൻ മിസ് പറഞ്ഞു തരട്ടെ. അതാണ് നമ്മുടെ പ്രാണ ബാച്ച് എന്ന് പറയുന്നത്. ഓൾറെഡി കുറേ ആളുകൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് പ്രാണ ബാച്ചിലേക്ക്. പക്ഷേ ഇനിയും എടുക്കാത്ത ഒരുപാട് കൂട്ടുകാരുണ്ട്. അപ്പോൾ എടുത്ത ആളുകൾക്കും എടുക്കാത്ത ആളുകൾക്കും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ന്യൂസ് പേപ്പർ സ്കൂളിലേക്ക് എഴുതാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്തായാലും സെലക്ട് ചെയ്ത് എഴുതി വെക്കാറില്ലേ? അപ്പോൾ നിങ്ങൾ ആ പേജ് നോക്കുമ്പോൾ ആദ്യത്തെ പേജ്, 2 പേജ്, 3 പേജ്, അങ്ങനെ ഒരു 10-16 പേജുകൾ ഇതിനകത്തുണ്ട്. ഇതിൽ ഏതൊക്കെ ന്യൂസ് വേണം എന്നൊക്കെ എടുത്ത് നിങ്ങൾ നോക്കി വരുമ്പോഴത്തേക്കും കുറച്ചധികം സമയം പോവില്ലേ? അതേസമയം ഇന്ന ന്യൂസുകളാണ് നിങ്ങൾ വായിക്കേണ്ടതെന്ന് പറഞ്ഞ് ഒരാൾ മാർക്ക് ചെയ്ത് തന്നാൽ എങ്ങനെയുണ്ടാവും? വളരെ പെട്ടെന്ന് കാര്യം കഴിയില്ലേ? അതേപോലെ തന്നെയാണ് നമ്മുടെ ബാച്ചുകൾ. നിങ്ങൾ എന്തൊക്കെ പഠിക്കണം, ഏതൊക്കെ ഏരിയ ഫോക്കസ് ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ട് പറഞ്ഞു തരികയും ചെയ്യും. നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ടീച്ചേഴ്സിനോട് ചോദിക്കുകയും ചെയ്യാം. അപ്പോൾ ചെറിയ ക്ലാസ് മുതലേ നമ്മളിങ്ങനെ ബേസ് ഒക്കെ സെറ്റ് ചെയ്ത് പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ LSS എക്സാം മാത്രമല്ല, വരുന്ന ക്ലാസ്സുകളിലൊക്കെ നിങ്ങൾക്ക് തകർപ്പനായിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ ടീച്ചർ ഇപ്പോൾ പറഞ്ഞ കാര്യം നിങ്ങളുടെ മൈൻഡിലേക്ക് വെക്കുക. പരീക്ഷ എന്നൊക്കെ പറയുമ്പോൾ അല്ലേ, ഇനി കുറേ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ആളുകൾക്കൊക്കെ ഇതൊരു വളരെ അടിപൊളിയായിട്ടുള്ള ഒരു സമയമാണ്. 10% ഓഫറോട് കൂടി നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം? ബാച്ച് പർച്ചേസ് ചെയ്യാം. മൺസൂൺ ഓഫർ സൈലത്തിൽ ഇപ്പം അവൈലബിൾ ആണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾക്കായിട്ട് താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കാം.